ഹലോ ഗൈസ്, ഹോസ്റ്റൽ ലൈഫ് സർവൈവിങ് പാർട്ട് 2. ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി നമുക്ക് കിറ്റിലുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ഉരുളൻകിഴങ്ങും ഒരു ഒനിയനും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഉരുളൻകിഴങ്ങ് എല്ലാം പീൽ ചെയ്ത് പിന്നെ നമ്മൾ ഒനിയനെല്ലാം പീൽ ചെയ്ത് എന്നിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഇതിലിട്ട് വേവിക്കുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും പിന്നെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പം നമ്മളത് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ നമ്മുടെ കെറ്റിലിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നന്നായി ഒന്ന് സോട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇടാം. ഞങ്ങളുടെ അടുത്ത് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പൊട്ടറ്റവും കൂടെ ഇട്ടിട്ട് അത് നന്നായി മിക്സായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ആ ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കണം, എന്നാലാണ് നമുക്കതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എരിവ് കുറവായിരുന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയനില്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. ഒരു 10 മിനിറ്റ് അത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ കെറ്റിലെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.